നമസ്കാരം. ഓൺലൈൻ ഓഹരി തട്ടിപ്പിലൂടെ ഹൈക്കോടതി മുൻ ജഡ്ജിയിൽ നിന്ന് 90 ലക്ഷം തട്ടിയ 3 പേർ പിടിയിലായി. കോഴിക്കോട് ഇടച്ചേരി ചെറിയ വട്ടക്കണ്ടിയിൽ വീട്ടിൽ എൻ മിർഷാദ്, കോഴിക്കോട് ഇടച്ചേരി തെങ്ങുള്ളതിൽ വീട്ടിൽ മുഹമ്മദ് ഷെർജിൽ, കണ്ണൂർ പെരിങ്ങത്തൂർ വലിയ പറമ്പ് വീട്ടിൽ മുഹമ്മദ് ഷാ എന്നിവരെയാണ് എറണാകുളം സൈബർ ക്രൈം പോലീസ് വടകരയിൽ നിന്നും പിടികൂടിയത്. ജഡ്ജിയിൽ നിന്ന് തട്ടിയെടുത്ത തുക ഇവരുടെ അക്കൗണ്ടിൽ എത്തിയിരുന്നു. ഈ തുക ഇവർ പിൻവലിച്ചതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി മുൻ ജഡ്ജി തൃപ്പൂണിത്തറ ഏരൂർ അമൃതാലയൻ സ്വപ്നത്തിൽ ശശിധരൻ നമ്പ്യാർക്കാണ് പണം നഷ്ടമായത്. 2024 ഡിസംബറിൽ നടന്ന സംഭവത്തിൽ ജഡ്ജിയുടെ പരാതിയിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജഡ്ജിയുമായി ബന്ധം സ്ഥാപിച്ച അയന ജോസഫ്, വർഷ സിംഗ് എന്നിവർക്കെതിരെയാണ് വിശ്വാസവഞ്ചനയ്ക്കും IT ആക്ട് പ്രകാരവും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ഉള്ളവരാണോ അതോ വ്യാജ പേരുകളാണോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ടായിരുന്നില്ല. സൈബർ ക്രൈം പോലീസ് അന്വേഷണത്തിന് കൈമാറുകയായിരുന്നു. പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പ്. ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് ഗ്രൂപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ശശിധരൻ നമ്പ്യാരെ പ്രതികൾ ചേർത്തു. 2023 ഡിസംബർ 4 മുതൽ 30 വരെ ശശിധരൻ നമ്പ്യാരുടെ വിവിധ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓൺലൈനായി തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ പണമൊന്നും തിരികെ ലഭിക്കാതെ ആയതോടെയാണ് ശശിധരൻ നമ്പ്യാർ പോലീസിൽ പരാതി നൽകുന്നത്. തട്ടിപ്പിലൂടെ ബാങ്കിലെത്തുന്ന പണം ATMിലൂടെയും ചെക്കിലൂടെയും പിൻവലിച്ച് ക്രിപ്റ്റോ കറൻസിയിലൂടെയും ഡോളർ കൺവെർഷനിലൂടെയും വിദേശ നിക്ഷേപമായി മാറ്റുകയാണ് ചെയ്തിരുന്നത്. ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിനായി ഉപയോഗിച്ച ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കംബോഡിയ കേന്ദ്രീകരിച്ച് ആസൂത്രണം ചെയ്ത കുറ്റകൃത്യമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്.